ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോ പൈത്തണിനെ പറ്റിയിട്ടാണ്. പൈത്തൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവുക ഒരു പാമ്പായിരിക്കും. പൈത്തൺ ഒരു പാമ്പ് മാത്രമല്ല, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടിയാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചത് 1989 ഗെയ്ഡോ വാൻ റോസം എന്ന ഒരു നെതർലാൻഡുകാരനായ പ്രോഗ്രാമറാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത് 1989 അദ്ദേഹം ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പബ്ലിക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1991 രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസോട് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അദ്ദേഹം ചെയ്തത്. മുന്നേ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് ABC എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിനോടൊപ്പം മോഡുലാർ 3 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഈ രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം അറിയുന്ന ഒരാളായിരുന്നു ഗെയ്ഡോ വാൻ റോസം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ലളിതമായിട്ട് എങ്ങനെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ABC ലാംഗ്വേജും മോഡുലാർ 3 കൂടി ചേർത്തിട്ട് പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അദ്ദേഹം കണ്ടുപിടിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിരുന്നൊരു കൺഫ്യൂഷൻ എന്ത് പേര് നൽകും എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന് അന്ന് BBC ഷോയായ, അതായത് ഒരു കോമഡി ഷോ നടക്കുന്നുണ്ടായിരുന്നു, മോണ്ടി പൈത്തൺ ഫ്ലൈയിങ് സർക്കസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കോമഡി ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നിട്ട് പൈത്തൺ എന്ന് പറയുന്ന വേർഡിനെ അദ്ദേഹം എന്ത് ചെയ്തു, കടമെടുത്തു. അങ്ങനെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് മാറി. ഇതാണ് കഥ. അന്ന് അദ്ദേഹം 1991 ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ വേർഷൻ പൈത്തൺ 0.9.0 ആയിരുന്നു. ഇന്നത് പൈത്തൺ 3.14.6, അതായത് ലേറ്റസ്റ്റ് വേർഷൻ, ഇപ്പോഴത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് പൈത്തൺ 3.14.6. ഇതിങ്ങനെ വേർഷൻ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇത്ര വർഷങ്ങളിൽ കൊണ്ട് ഒരുപാട് വേർഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായത്. ലളിതമായിട്ടുള്ള, സിമ്പിളായിട്ടുള്ള, അതിൻ്റെ സിൻടാക്സുകളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയുണ്ടല്ലോ, അത് ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, ഹിന്ദി ആവട്ടെ, മനുഷ്യരുടെ ഭാഷ ഒരിക്കലും കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജേ മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ ഭാഷ കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റുന്ന, ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് പൈത്തൺ. പിന്നെ ഇതിന് ഏറ്റവും എടുത്ത് പറയേണ്ടുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നതാണ് ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ് എന്ന് പറയുന്നത്. പല പ്ലാറ്റ്ഫോമിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, വിൻഡോസിലാണെങ്കിലും എവിടെയാണെങ്കിലും. അത് മാത്രമല്ല, ലിനക്സ് ആവട്ടെ, മാക് OS ആവട്ടെ, ഏത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണമെങ്കിലും നമുക്ക് പൈത്തൺ ഉപയോഗിക്കാൻ പറ്റും. അത് മറ്റൊരു സവിശേഷത. ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് ആ ഇൻസ്റ്റലേഷൻ ടൈമിൽ മാത്രം മതി. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ടും ഓപ്പൺ സോഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് മാത്രമല്ല, ഇൻ്റർപ്രറ്ററാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ലൈൻ ബൈ ലൈൻ എറർ കറക്ഷനാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് ഇതിനെ പറയാറുണ്ട്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള തലമുറകളിൽ നമ്മൾ പഠിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് ആവട്ടെ, വെബ് സ്ക്രിപ്റ്റിംഗ് ആവട്ടെ, ഗെയിം ഡെവലപ്മെൻറ്റ് ആവട്ടെ, എല്ലാ ടെക്നോളജിയുമായിട്ട്, സൈബർ സെക്യൂരിറ്റി ആവട്ടെ, ഇതിനെല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് പൈത്തൺ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ. ഇനിയുള്ള വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് CBSE സ്റ്റുഡൻസ് എല്ലാവരും പൈത്തണിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ബേസിക്സ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ കുറേ പ്രോഗ്രാമിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.